ഹലോ, കേട്ടിട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാട് പോവുകയെന്ന്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂളല്ല, സ്കൂളിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങ് ആ മൂലയ്ക്ക് കണ്ടോ, അതാണ് എൻ്റെ ക്ലാസ് ഉണ്ടായത്, 5ാം ക്ലാസ്. ഇപ്പോൾ അത് LP ആണ്. എവിടെയെങ്കിലും പോകുന്ന വീഡിയോ അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. അല്ല, വീഡിയോ കാണുന്നവർ കരുതുന്നുണ്ടാകും. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഏതൊക്കെ വീഡിയോ ചെയ്യണം എന്നൊക്കെയുള്ള ഐഡിയാസ് എല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. വൈകാതെ ഓരോന്നായി ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കരുതുന്നുണ്ടാവില്ലേ, കഴിഞ്ഞ ആഴ്ചയല്ലേ കേട്ടിട്ട് വെരിഫിക്കേഷന് പോയിട്ടുള്ള വീഡിയോ ഇട്ടത്, ഇതെന്താ എപ്പോഴും ഇങ്ങനെ കേട്ടിട്ട് വെരിഫിക്കേഷൻ ഉണ്ടോ എന്ന്. അന്ന് ഞാൻ പോയത് കേട്ടിട്ട് കാറ്റഗറി 1ൻ്റെ വെരിഫിക്കേഷനാണ്. ഇന്ന് പോണത് കാറ്റഗറി 2ൻ്റെ വെരിഫിക്കേഷനാണ്. അതുമാത്രമല്ല, കാറ്റഗറി 1ൻ്റെ വെരിഫിക്കേഷന് പോയപ്പോൾ എൻ്റെ പേരിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചില പേപ്പറുകൾ കൊടുക്കാനും ഉണ്ട്. ചോറൂണിന് എനിക്ക് അമ്മമ്മ ഇട്ട പേര് മേഘ എന്നാണ്. എൻ്റെ ഏച്ചിയുടെ പേര് സ്നേഹ എന്നായതുകൊണ്ട് അമ്മമ്മ അതിന് കണക്കായിട്ടുള്ള പേര് കണ്ടുപിടിച്ചതാണ്. അതിനുശേഷം എൻ്റെ ഏച്ചിയുടെ അതീവ ബുദ്ധിയിൽ എൻ്റെ പേര് അശ്വിനി എന്നാക്കി. ഏന്ന് പേരിൽ തുടങ്ങിയാൽ എന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്നാണ് ഏച്ചിയുടെ ധാരണ. പിന്നീട് അതെപ്പോഴോ അശ്വതിയായി. ഇപ്പോഴും എന്നെ ചിലർ അശ്വനി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അശ്വതി എന്നുള്ള പേരാണ് കേട്ടോ ഇഷ്ടം. അതാവുമ്പോൾ ആ പേരിൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ പേരും കൂടി ചേർക്കുമ്പോൾ ഒരു ഭംഗി കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് ഇതിലേത് പേരാണ് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വെറുതെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.